Hello, friend. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ടാബിള്. ഞാനൊരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈം തൊട്ടേ ഈ ടാബിൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അന്ന് തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിലാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കൽ, നമ്മൾ ക്രാഫ്റ്റ് ചെയ്യൽ, ജേർണലിങ് ചെയ്യൽ, വീഡിയോസ് എടുക്കൽ ഒക്കെ. അപ്പോൾ ഒരു ദിവസത്തിൽ 24 അവേഴ്സ് ഉണ്ടെങ്കിലും ഉറങ്ങണത് വെച്ചിട്ട് ബാക്കി അധിക ടൈമും ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ടാവലുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു ടാബിൽ കുറേ ആയല്ലോ എൻ്റെ അടുത്ത്. അപ്പം ഇത് മാറ്റിയിട്ട് വേറെ ഒരു ടാബിലാക്കണം. പിന്നെ ഈ ഒരു കോർണറും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കണം. നമ്മൾ ഓൾറെഡി ചെറിയ ഒരു മേക്ക് ഓവറൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി. അപ്പം അതിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി അടിപൊളിയാക്കണം എന്നാണ് കേട്ടോ എൻ്റെ മൈൻഡിലുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു ടാബിലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഈ ഒരു വിൻഡോൻ്റെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അതുവരെ ആ ഒരു എൻഡ് വരെ ഈ ഒരു ടാബിളാണ്. അപ്പോൾ ഞാൻ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് ഇനി. അത് നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിക്കാൻ അത്രക്കൊന്നും അറിയില്ലേനെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒട്ടിക്കുവാണ്, അതും ഒറ്റയ്ക്ക്. അപ്പോൾ ഇത് ഒട്ടിച്ചത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച പോലെ കാണുന്നുണ്ടെങ്കിൽ ഇതങ്ങനെ വലിയൊരു കുഴപ്പമൊന്നും ആയിട്ട് തോന്നില്ല. എടുത്ത് വെച്ചിട്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ എയർ ബബിൾസ് ഒക്കെ കയറിയതും നല്ല കുളമായിട്ട് നല്ലോണം കാണാം. എന്നാൽ ചില ഭാഗത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ ഭാഗത്തൊക്കെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഒഴിവാക്കണം, പറിച്ചിട്ട് ഒഴിവാക്കണം. പിന്നെ ഈ ഒരു ടാബിൾ മാറ്റിയിട്ട് ഒരു ചെറിയ ടാബിളാക്കണം. അപ്പം ഞാൻ അതിന് മുന്നേ നമ്മൾ എന്തായാലും ഒരു മേക്ക് ഓവർ കൊടുക്കുകയാണല്ലോ, അപ്പം അതിന് മുന്നേ എൻ്റെ ഇപ്പോഴത്തെ ടാബിൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ബിഫോർ ആഫ്റ്റർ അങ്ങനെ ലുക്കും കാണാമല്ലോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ടാബിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ടാബിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ടാബിളിൻ്റെ ഉള്ളിലുള്ളതും ഒക്കെ ഞാൻ ഇതേപോലെ ഒഴിവാക്കി ഇവിടെ റൂമിൽ ഫുള്ള് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് പുതിയ ടാബിളിൽ മാറ്റണം. അപ്പോൾ ആ ടാബിൾ ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ പുതിയ ടാബിൾ. ടാബിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ആസ്തറ്റിക് അങ്ങനെയല്ല, ഇതൊരു പഴയ ടാബിളാണ്. എനിക്കിത് പുതിയ ടാബിളാണെന്നുണ്ടെങ്കിലും ഇവിടെ ഉള്ള ഒരു പഴയ ഒരു വിൻറ്റേജ് ടാബിളാണ് കേട്ടോ. പക്ഷെ നേരത്തെ ടാബിളിനെക്കാട്ടിലും ചെറുതാണ്. എന്നാലും വിൻറ്റേജ് ആണെന്നുണ്ടെങ്കിലും പഴയതാണെന്നൊന്നും തോന്നില്ല കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ്. അപ്പം ഞാൻ വിചാരിച്ച് മേലെ മാത്രം ഒരു വൈറ്റ് വാൾപേപ്പർ ഒട്ടിക്കുക എന്നാണ് ഇപ്പത്തിൻ്റെ പ്ലാന്. ഈ ടാബിൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ടാബിളിൽ ഒരു റൈറ്റിംഗ് പാഡൊക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ ഒരു റൈറ്റിംഗ് പാഡ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു വുഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാൻ യൂസ് ചെയ്യുക. എക്സ്ട്രാ നമുക്ക് ഇങ്ങനെ കസാലയിലൊക്കെ ചാരി ഇരുന്നിട്ട് എഴുതാം. അതല്ലെങ്കിൽ എന്തെങ്കിലും കപ്പൊക്കെ വെക്കാം, യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെക്കാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പണ്ടത്തെ ഒരു ടാബിളിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഇത് സെറ്റപ്പായിട്ട് തോന്നി. എൻ്റെ നേരത്തെ ടാബിളിനെക്കാട്ടിലും എനിക്ക് ഈ ഒരു ടാബിൾ ഇഷ്ടമായി കേട്ടോ. ഇനിയാണ് നമ്മളെ പുതിയ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ പണികൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാബിൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് വാൾപേപ്പർ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. 120 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഒരു സ്കെയിലും കൂടി നമ്മൾ കയ്യിൽ കരുതണം. ഇപ്പം ആ ബാക്കിലെ ബട്ടർ പേപ്പർ ഇങ്ങനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് ഒട്ടിക്കുക. കൂടെ നമ്മൾ എയർ ബബിൾസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം മെല്ലെ മെല്ലെ. അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് 2ാമത്തെ വട്ടം ഒട്ടിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വട്ടം ഒട്ടിച്ച പോലെ എയർ ബബിൾസ് ഒന്നും വരരുതേ എന്നൊക്കെ വിചാരിച്ചിട്ട് മെല്ലെ മെല്ലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ സ്പീഡിൽ കാണുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര ടൈമൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫൈനലി ചെയ്ത് കഴിഞ്ഞു. കുറേ ടൈം എടുത്തിട്ടാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനി എയർ ബബിൾസ് കയറുമോ എന്നുള്ളത്. അപ്പം ഈ ഒരു ഭാഗമൊക്കെ പക്കാ ഓക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ടാബിളിൽ ഒട്ടിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിട്ടാട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ആകെ പ്രശ്നം പറ്റിയത് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് മാത്രം ഇതേപോലെ കുറച്ച് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി. പക്ഷേ കുഴപ്പമില്ല. പിന്നെ 2ാമത്തെ പ്രശ്നം ഇതേപോലെ ചെരിഞ്ഞു പോയി എന്നുള്ളതാണ്. ഞാൻ ഒറ്റക്കാണല്ലോ ഒട്ടിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത മാതിരിയല്ല, ലാസ്റ്റിക്ക് എത്തിയപ്പോൾ കുറച്ച് ചെരിഞ്ഞൊക്കെ പോയിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ആ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇനി നമുക്കൊരു വലിയ ടാബിളിന്, എൻ്റെ നേരത്തെ ആ ടാബിളിന് ഒട്ടിക്കാനുള്ള അത്രക്കുണ്ട് ഇനി 120 രൂപക്കുള്ളത്. അപ്പം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പറും. ഇതിൻ്റെ മുന്നത്തെ ടാബിളിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിനി ആമസോണിൽ നിന്ന്. അതിന് 300 രൂപയൊക്കെ ആയിട്ടുണ്ട് ഇനി, 300 350 ഒക്കെ ആയിട്ടുണ്ട് ഇനി.
പക്ഷെ അത് വെച്ച് നോക്കുമ്പം ഇത് ക്വാളിറ്റി കൊണ്ട് വന്നാൽ പൈസ കുറവുമാണ്. അപ്പൊ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഡെസ്കിന്റെ കോർണറൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടെ ചെറുതായിട്ടൊരു മേക്ക് ഓവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു എനിമി പോസ്റ്റേഴ്സ് 4 കൂടി എന്റെ കയ്യിലുണ്ട്. ഇനി അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ കാണലുണ്ട്, ഈ ഭാഗം കൂടി കാണലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇവിടെയും കൂടിയും ഇങ്ങനെ പോസ്റ്റേഴ്സ് ബാക്കിയുള്ളത് ഒട്ടിക്കാന്ന്. പിന്നെ ഇപ്പൊ നമ്മളെ ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡിന്റെ അടിഭാഗത്ത് മേലെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലുള്ള ചെറിയ കാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ പിൻ ബോർഡ് ഉണ്ടല്ലോ, ആ പിൻ ബോർഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇത്രയല്ല ഇത് ഞാൻ തന്നെ ഫോട്ടോ പ്രിന്റ് എടുത്തതേനി, എന്നോ എടുത്ത് വെച്ചിട്ടുണ്ടായിഞ്ഞ ഈ 2 പിക്ചേഴ്സ് ഇപ്പൊ തപ്പിയപ്പോ ടാബിലൊക്കെ നന്നാക്കുമ്പോൾ കിട്ടിയതാണ്. അപ്പൊ ഞാൻ അതും കൂടി ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പൊ പിൻ ബോർഡ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്തപ്പം ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാൻ പറ്റൂ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഇങ്ങനെ CDs ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, CD പെയിന്റിങ്, CD ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അതിന്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ട്. എന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ചെയ്ത ഒരു സീഡിയും കൂടി ഒട്ടിക്കാനുണ്ട്. ലാസ്റ്റ് ആയിട്ട് എനിമി ടീമില് ഈ ഒരൊറ്റൊരു പോസ്റ്റ് കാർഡും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി എന്തായാലും പോസ്റ്റ് കാർഡ്സ് തന്നെ ഒട്ടിക്കുക, അതായിട്ട് ഇനി ബാക്കി വെക്കണ്ടാന്ന്. അപ്പൊ അതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്രിഡിന്റെ അടിയിലായിട്ട് ഞാൻ കുറേ കാലം മുന്നേ ചെയ്തിട്ടുണ്ടായിന്, കുറച്ച് വരച്ചിട്ടുണ്ടായിന് കുറച്ച് പിക്ചേഴ്സ് ഒക്കെയാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഫോട്ടോ ഗ്രിഡിന്റെ സൈഡിലായിട്ട് ഞാൻ അപ്ലൊക്കെ ആയിട്ട് ഓരോന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഒഴിവാക്കണം. ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ കൊറോണന്റെ ടൈമിൽ വരച്ചതാണ് കേട്ടോ, വരച്ചതല്ല പെയിന്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ തീം വെച്ചാല് ഒരു പെൺകുട്ടി ജനാലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കുക, അത്രേ ഉള്ളൂ. ഇനി ആ ഒരു സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഒഴിവാക്കിയേ, അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ വരച്ചുകൊണ്ട് നിൽക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു പ്ലാൻ എന്താ വെച്ചാല് എന്തെങ്കിലുമൊക്കെ പ്രിന്റ് എടുക്കുക, അത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ, അതാകുമ്പോൾ നമുക്ക് പണി എളുപ്പമായി എന്നൊക്കെയാണ് എൻ്റെ പ്ലാന്. പിന്നെ എനിക്ക് തോന്നി ഞാൻ തന്നെ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആ സൈഡിൽ ഇതാക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പെയിന്റ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിക്കാന്ന്. അപ്പം ഞാൻ ആദ്യം എന്തൊക്കെയാണ് പെയിന്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ഒന്ന് സ്കെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പെൻസിൽ കളർ വെച്ചിട്ട് നമുക്ക് കളറൊക്കെ കൊടുക്കാന്ന്, അതാവുമ്പോൾ പെട്ടെന്ന് കൈയല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വിചാരിച്ച പോലെ അത്ര കണ്ട് ഒത്തു കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വാട്ടർ കളർ ആവുമ്പോൾ എന്താ വെച്ചാൽ ഇത് ഉണങ്ങണമല്ലോ, ചില ടൈമിൽ എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വരും. മീൻസ് കാത്തിക്കാനുള്ള ക്ഷമൊന്നും ഉണ്ടാവില്ല, അപ്പം നാല് സ്പ്രെഡായി കൊളമൊക്കെ ആവും. അങ്ങനെ ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ 3 മൈൻഡ് പേപ്പർ ടൊട്ടോറ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 പ്ലാന്റിൻ്റെയോ 2 പ്ലാന്റ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് കോഡ്സ് ഒക്കെ വരുള്ളൂ, നമുക്ക് അങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ കിട്ടും. അങ്ങനെ ഞാൻ അതൊക്കെ ഈ സൈഡിൽ വാഷി ടാപ്പ് വെച്ചിട്ടാട്ടോ ഒട്ടിക്കുന്നത്. ആദ്യം ഞാൻ ഒരു സൈഡിൽ മാത്രം വാഷി ടാപ്പ് വെച്ചിട്ട് ഇതിനെ ഒട്ടിച്ചിട്ടുണ്ടായിന്. അപ്പം അതിങ്ങനെ പൊന്തി നിൽക്കുക. പിന്നെ ഞാൻ 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്ത്. അപ്പം എങ്ങനെയുണ്ട്? പക്ഷേ ഈ വാഷി ടാപ്പിൽ ഒട്ടിച്ചാൽ അങ്ങനെ നിൽക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു വരും. അതുകൊണ്ട് പിന്നെ ഞാനത് ഒരു ഫെവിക്കോളൊക്കെ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് എന്താ വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള ഇതുണ്ടല്ലോ, ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി. അപ്പം അതെടുത്തിട്ട് ഇവിടെ ഒട്ടിക്കണം മേലായിട്ട്. മേലെ തന്നെ ഈ ഒരു ഡ്രീം ക്യാച്ചറും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ കാലം മുന്നേ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രീം ക്യാച്ചറൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് പൊടി തട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം എന്നിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ മേലെ ഭാഗത്ത് 2 ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, അതേപോലെ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതേപോലെ വേറെയും കുറേയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കണോണ്ട് തന്നെ ഒക്കെ പറഞ്ഞു പോരും. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു ആർട്ട് ഇവിടുന്ന് എടുത്തിട്ട് മേലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു ഫോട്ടോ ഗ്രിഡ് ആണ്. ഈ ഗ്രിഡ് ഞാൻ കുറേ കാലം മുന്നേ ഉണ്ടാക്കിയതാണ്.
കൊറോണന്റെ ടൈമിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനി എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ. അപ്പൊ ആ വീഡിയോ കണ്ടാൽ എങ്ങനെ ഉണ്ടാക്കാന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഗ്രിഡിൽ ഞാൻ അന്ന് കുറേ ഫോട്ടോസൊക്കെ ഇന്റതും എന്റെ താത്തന്റെ കുട്ടീൻ്റെതും ഒക്കെ ഫോട്ടോസൊക്കെ പ്രിന്റ് ഒക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടേനി. അപ്പൊ അതിൽ ഫെയ്ഡ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് ഒരു തവളാച്ചി ടു ഡു ലിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ കുറിച്ച് വെക്കാലോ. അപ്പൊ ഈ തവളാച്ചി കൂട്ടനെയും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഓരോ ദിവസത്തെ ടു ഡു ഇങ്ങനെ എഴുതി കൊടുക്കുക, എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കയറുക. അടുത്തത് ഇനി എന്റെ പ്ലാനിലേ ഇല്ലാത്തൊരു കാര്യമായിട്ട് ചെയ്യുന്നത്, ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയും കൂടി ഒരു ഹാങ്ങിങ് ചെയ്ത് കൊടുത്താലോ എന്ന്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രസമുണ്ടെങ്കിൽ രസമുണ്ടെന്ന് പറയാം, രസമില്ലെങ്കിൽ രസമില്ല എന്ന് തന്നെ പറയാട്ടോ. അപ്പൊ ഇത് വേണേനോ അതോ മറ്റേ തന്നെ മതിയേനോ എന്നും കൂടി പറയാം. ഇതെന്താ ചെയ്തെന്ന് വെച്ചാല്, നേരത്തെ ആ ഒരു ഹൂക്ക് ഉണ്ടല്ലോ, അത് രണ്ട് സൈഡിലായിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ലീഫ് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്ത്, ഇങ്ങനെ തൂക്കി കൊടുത്ത്, അതിന്റെ കൂടെ തന്നെ ഈ ഒരു ലൈറ്റും കൂടി ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അതിന്റെ കൂടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പൊ ലൈറ്റ് ഇട്ടാല് ഇങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ബാക്കി വരുന്ന ലൈറ്റ് ഒക്കെ ഞാനിങ്ങനെ ബോട്ടിലിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും കൂടി ആ ഒരു തൂക്കി വെച്ചതിന്റെ കൂടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്താൽ രസം ഉണ്ടാവും എന്ന് തോന്നി. പിന്നെ ഈ ഒരു ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ മുന്നേ മേടിച്ചതാണ്. നോർമൽ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ക്രാഫ്റ്റ് ഒക്കെ മേടിക്കാൻ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് 60 രൂപക്ക് മേടിച്ചതാണ് കേട്ടോ. നിങ്ങൾ സാധാരണ എൻ്റെ ഡെസ്കിന്റെ സൈഡിലായിട്ട് ഒരു ബോട്ടിൽ ഇങ്ങനെ ഞാൻ ആ ലൈറ്റ് ഇങ്ങനെ ഫെയറി ലൈറ്റ് ഇങ്ങനെ കത്തിക്കണതൊക്കെ നിങ്ങൾ കാണലുണ്ടാവും. അപ്പൊ ആ ഒരു ലൈറ്റ് തന്നെയാണ് ഞാൻ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഡെസ്കിൽ നേരത്തെ കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം, ഏകദേശം അതേപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് ആട്ടോ ഞാൻ ഇനി ടേബിളിൽ വെക്കണത്. അപ്പൊ അടിയിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് മേലെ ഞാൻ മണ്ണിടാതെ ഫുള്ള് സ്റ്റോണ്, അതായത് കല്ല് ഇങ്ങനെ ഇട്ടിട്ടാണ്. പിന്നെ മേലെ കുറച്ച് ഡെക്കറേഷന് വൈറ്റ് കല്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മണ്ണ് ഒട്ടും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി ഈ ഒരു സ്നേക്ക് പ്ലാന്റ് കൂടി നമുക്ക് സൈഡിൽ വെക്കാം. പിന്നെ ഞാനൊരു കാര്യം കൂടി മറന്നുപോയി, ഇങ്ങനെ കുറച്ച് ബോം കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പൊ അതും കൂടി നമുക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയുണ്ട് നോക്കിയാലോ. സോ ഇതാണ് എൻ്റെ ഡെസ്ക് മേക്ക് ഓവറിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാനിത് ഒരു 3-4 ദിവസമൊക്കെ ടൈം എടുത്ത് മെല്ലെ മെല്ലെ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണുമ്പം സിമ്പിൾ ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഭയങ്കര കുറേ എന്നല്ല, ഈ ഒരു ടാബിളൊക്കെ മാറ്റാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഡേയ്സ് അങ്ങനെ പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് നിങ്ങളെ ഡെസ്ക് ഒക്കെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ റീക്രിയേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേപോലെ നിങ്ങളെ വർക്ക് പ്ലേസ് അതല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അടിപൊളിയാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക, ഒന്നും മറക്കണ്ട. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. പിന്നൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതിൽ ഏത് ലുക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ലൈക്ക് ആയതെന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഡെസ്ക് ആണോ നിങ്ങൾക്ക് ഇഷ്ടമായത്, അതോ നമ്മളെ പണ്ടത്തെ ആ ഒരു ഡെസ്ക് ആൻഡ് സെറ്റപ്പ് ആണോ ഇഷ്ടമായത്? ഇതിൽ ഏതാ കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യും.